ഹായ് ഗൈസ്, അപ്പോൾ ഒന്നിപ്പോൾ ഞാൻ വേറെ എങ്ങോട്ടല്ല കേട്ടോ. കുറേ ദിവസം നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിലേനു. അപ്പോൾ ഒന്ന് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തൃശ്ശൂരേ പോകാം. അപ്പോൾ നടക്കാവാണ് വർക്ക്ഷോപ്പുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നമ്മളെ മനോരമ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി. ഇപ്പോൾ ഇവിടെ ടോട്ടൽ മാറിപ്പോയിട്ട് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. വർക്ക്ഷോപ്പിലെത്തി നമ്മളെ വണ്ടി ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനെ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറേ നേരമായിട്ട് നോക്കിയിട്ടുണ്ടേനെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവും കൂടി നോക്കണ്ട കേട്ടോ. അപ്പോൾ അതോട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൊണ്ട് പോവാം. ടെസ്റ്റ് ഡ്രൈവിൽ വലിയ സീനൊന്നുമില്ല. നമുക്ക് വണ്ടി ആദ്യത്തെക്കാളും സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ബില്ല് കണ്ടപ്പോഴാണ് ഏകദേശം കിളി പോയത്. സംഭവം കുഴപ്പമില്ലാത്തൊരു പൈസ ആവുമെന്ന് എനിക്ക് ഉറപ്പേനു. പക്ഷേ ഇത്രയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല വർക്ക് അതിന് ടോട്ടൽ ഫിനിഷ് ആയി കിട്ടിയതിൻ്റെ വണ്ടി. സത്യം പറഞ്ഞാൽ അതിന് ശേഷം വലിയ വീഡിയോ നിർത്തിയില്ല കേട്ടോ. ബില്ല് കണ്ട ക്ഷീണത്തിൽ കുറച്ച് നേരം നിന്ന് പിന്നെ നേരെ തൃശ്ശൂരേ പോകട്ടെ. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഒരു കുഴപ്പമില്ലാത്തൊരു സ്പീഡൊക്കെ എത്ര കിട്ടുമെന്ന് ഏകദേശം നോക്കി. കുഴപ്പമില്ലായിരുന്നു, 160 റേഞ്ചൊക്കെ കുഴപ്പമില്ലാത്ത രീതി കിട്ടിയാണ്. അപ്പോൾ വണ്ടീൻ്റെ വലിവും അതേപോലെ തന്നെ ഏകദേശം മൈലേജും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഈ സർവീസിന് ശേഷം. സത്യം പറഞ്ഞാൽ അന്ന് വേഗം വീടെത്തണം എന്നുള്ളതിന് കാരണം വിശപ്പുണ്ടേനു. അപ്പോൾ അമ്മ അവിടെ പോർക്കുണ്ടാക്കി ചേർന്നുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കാണ്ട് പോകാൻ മാക്സിമം പിടിച്ചെന്നുകൊണ്ടാട്ടോ പോകുന്നത്. ഇടയ്ക്ക് നൈസായിട്ട് നല്ല ബ്ലോക്കും കിട്ടിയിട്ട്, നല്ല ബ്ലോക്ക് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ടായിന്. കുറച്ച് നേരം നല്ലോണം നിന്നിട്ടുള്ളൊരു ബ്ലോക്ക് തന്നെയായിരുന്നു. ഞാനിപ്പോൾ തൃശ്ശൂർ പോവുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം മിസ്സാക്കല്ല കേട്ടോ. എരുമപ്പെട്ടിയില്ല പാനിപ്പൂരിൻ്റെ വീട്, എവിടെ ഞാൻ എപ്പോഴും ഇറങ്ങിയിട്ടൊന്ന് കഴിച്ചിട്ടേ പോവുള്ളൂ. അവിടുന്ന് കഴിച്ചിറങ്ങിയിട്ട് ഇനിയിപ്പോൾ നേരെ അരിക്ക് ഒരു ചെറിയ മിഠായി വാങ്ങണം. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ ഓൾറെഡി എനിക്ക് നല്ല വിശപ്പിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും പോട്ടെ, ബൈ.